ഹലോ ഗേസ്, ഇത് വിഷുവിൻ്റെ അന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ തലേദിവസം രാത്രി തന്നെ വിഷുവിന് കണിയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു വർഷം മുഴുവനായിട്ട് നമുക്ക് ഓർത്ത് വെക്കാനുള്ള കണിയാണ്. കുറച്ച് നന്നായിട്ട് തന്നെ ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കിടക്കുന്നതിന് മുമ്പ് തന്നെ അട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അട ചക്കടയാണ്. ചക്ക ആദ്യം തന്നെ വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ചക്ക കിട്ടിയപ്പോൾ. അപ്പോൾ അത് വെച്ച് ചക്കട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തെങ്കിലും ഒരു മധുര പലഹാരം നമ്മൾ വിഷുവിന് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ണിയപ്പം അതുപോലെ തന്നെ ചക്കടിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിവിടെ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമല്ല, പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ വീടിൻ്റെ അവിടെ നിന്നും ഈ വിഷുവിനൊന്നും ഇറച്ചി മീനൊന്നും വാങ്ങിക്കില്ല കേട്ടോ. ഇവിടെ കോഴിക്കോട് ഭാഗത്തൊക്കെ വിഷുവിന് ഇറച്ചി മീനൊക്കെ വാങ്ങിക്കും കേട്ടോ. ഇവിടെ അധികം ആട്ടിറച്ചിയൊക്കെ മേടിക്കാറുണ്ട്. ഞാനൊന്നും അങ്ങനെ കൂട്ടാത്തതുകൊണ്ട് ഇവിടെ അങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നെയ്മീൻ ഉണ്ടായിരുന്നു, ആദ്യം നെയ്മീൻ പൊരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ എന്തോ ഒരു കഷ്ണം മീനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ പൊരിക്കാൻ. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ അതും പൊരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ചോറായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എല്ലാ സദ്യവട്ടങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പായസമായിട്ട് പാൽപ്പായസമാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. കുറേ ദിവസമായി പാൽപ്പായസം വെക്കണമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ നമുക്കിവിടെ അടുത്തുള്ള താത്താക്ക് കൊടുക്കണം, അതുപോലെ തന്നെ ഏട്ടൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചധികം പായസമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ബീട്രൂട്ട് കൊണ്ടുള്ള പച്ചടിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇന്നത്തെ തരം വെച്ച സാമ്പാറാണ് കേട്ടോ. കാരണം ഇന്ന് സാമ്പാർ വെച്ചുകൊണ്ട് നാളെ ഇഡ്ഡലിക്കും ഒക്കെ സാമ്പാറാവും കേട്ടോ. നാളെ ചിലപ്പോൾ ഉച്ചയ്ക്കും സാമ്പാർ തന്നെയാവും. അപ്പോൾ സാമ്പാർ നല്ല വറുത്തരച്ചിട്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ സാമ്പാർ. ഇതിൻ്റെ റെസിപ്പി ഞാൻ കുറച്ച് മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പച്ചമാങ്ങയും കൊണ്ടുള്ള പച്ചടിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അതിൻ്റെ വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്യേ. കുറേ ആൾക്കാർ മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ചെയ്യാതിരുന്നത്. പിന്നെ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ഉപ്പേരി എല്ലാം തോരൻ പോലെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കിയൊന്ന് കുറേ പച്ചക്കറികളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടി കൂട്ടിയിട്ടൊരു മിക്സഡ് തോരനാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് മത്തനും മമ്പയറൊക്കെ വെച്ചിട്ട് ഓലനുണ്ടായിരുന്നു കേട്ടോ. ഒരു കഷ്ണം വെള്ളരിക്ക ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കൂട്ടുകറിയാണ്. കൂട്ടുകറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വറുത്തരച്ചിട്ടുള്ള കൂട്ടുകറി വയ്ക്കുക, ആ കൂട്ടുകറി ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് അവിയലാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അവിയലും സാമ്പാറാണ് ഇവിടെ അധികം ചിലവാവുക. അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ. പിന്നെ മാങ്ങച്ചാറൊക്കെ കുറച്ച് മുമ്പ് തന്നെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കടുക് മാങ്ങ രൂപത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വെട്ടതാണ് കേട്ടോ. അപ്പോൾ അച്ചാറുണ്ടായിരുന്നു. പിന്നെ പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ. പപ്പടത്തിൽ ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. വേഗം തന്നെ ഞാൻ പുറത്ത് പോയിട്ട് നല്ല ഇലയൊക്കെ വെട്ടിക്കൊടുന്നു കേട്ടോ. വിഷു ഓണക്കാകുമ്പോൾ നമ്മൾ ഇലയിൽ ഫുഡ് കഴിക്കുമ്പോൾ അത് വേറെ ടേസ്റ്റ് അല്ലേ. ആ സമയം കൊണ്ട് ഏട്ടൻ്റെ അമ്മ വീട്ടിൽ നിന്ന് കുറച്ച് ചിക്കൻ കറി കൊടുത്തയച്ചിരുന്നു കേട്ടോ. ചിക്കൻ ലഗൂൺ ചിക്കൻ്റെ കറിയാണ്, വറുത്തരച്ച കറിയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി നമുക്ക് സദ്യയിൽ വിളമ്പാരായി. ചിക്കൻ എന്തായാലും ഞാൻ വാങ്ങണ്ടെന്ന് പറഞ്ഞതായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കനും കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ സമയം കൊണ്ട് സദ്യയൊക്കെ വിളമ്പിട്ടോ. ആദ്യം മോളാണ് കേട്ടോ കഴിക്കാനിരുന്നത്. വിഷുവൊക്കെ ആവുകൊണ്ട് ഓൾക്കൊരു ഇലയിൽ ഒറ്റയ്ക്ക് വിളമ്പി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓളതവിടെ വാരി എറിയും കഴിക്കുകയൊക്കെ ആയിരുന്നു കേട്ടോ. വിഷുവൊക്കെ അല്ലേ അവൾ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കട്ടെ വിചാരിച്ചു. അങ്ങനെ എല്ലാതും വിളമ്പിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഇരുന്ന് കഴിച്ചിട്ടോ. മോൻ മാത്രം അവിടെ ഉണ്ടായിരുന്നില്ല, അവൻ എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ ചാനലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ്, സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യണേ.